ഹലോ. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ ഉംറയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മക്കത്തുനിന്ന് നേരെ ജിദ്ദയിൽ വന്നിട്ടുണ്ടായിരുന്നു. ജിദ്ദയിൽ നമ്മൾ ഓൾറെഡി ഒരു അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കൂടുതൽ കിടന്ന് അലഞ്ച് റൂമും കൂടെ കണ്ടുപിടിക്കാനുള്ള താക്കത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ അങ്ങോട്ടേക്കാണ് വന്നത്. നമ്മൾ 30th ഒരു രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വന്ന് കയറി ഫുഡ് കഴിച്ച് ഫ്രഷ് ആയിട്ട് കിടന്ന ഒരൊറ്റ ഉറക്കമായിരുന്നു. രാത്രി 11 മണി കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റപ്പോഴത്തേക്ക് അത്രയ്ക്ക് ക്ഷീണമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ലഗേജ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടെ നിർത്തി അവിടെ അങ്ങനെയൊക്കെ കുറേ പണിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ നേരം വെളുത്ത്. പിന്നെ ഒരു 5:45-6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ എയർപോർട്ടിലോട്ട് പോയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫ്ലൈറ്റ് വന്നിട്ട് രാവിലെ 10:45 ഇക്കാക്ക് ഫ്ലൈറ്റ് ഒരു 10:30 ആ ഒരു ടൈമിലായിരുന്നു ഇക്കാടെ ഫ്ലൈറ്റ്. ഇക്കാണെങ്കിൽ ജിദ്ദ ടു തബൂക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ്. ഞങ്ങൾ ജിദ്ദ ദുബായ് ട്രിവാൻഡ്രം അങ്ങനെയാണ് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ എന്താ പറയുക ഞങ്ങൾ രണ്ടുപേരും ഓൺലൈൻ ചെക്കിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇക്കാട് പറഞ്ഞു നമ്മൾ എന്തിന് ഇത്ര നേരത്തെ പോകാൻ, കുറച്ച് ലൈറ്റായിട്ട് പോയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇക്കാറിന് അത് വേണ്ട, നമുക്ക് കുറച്ച് നേരത്തെ പോയാൽ എന്താണ് അവസ്ഥ അറിയത്തില്ല, തിരക്കൊണ്ടോ എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ എന്തായാലും എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്ക് കിടക്കുന്ന ഒരു കല്യാണത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ട് എമിറേറ്റ്സിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കുറേ നേരം ഒരു 1.5 മണിക്കൂർ നമ്മൾ ക്യൂവിൽ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് വരെ കിട്ടിയത്. അങ്ങനെ പിന്നെ അതെല്ലാം സെറ്റായി. പിന്നെ അവിടെ നിന്ന് നേരെ ഇക്കടെ ഗേറ്റിലോട്ട് പോയി, ഡൊമസ്റ്റിക് അങ്ങനെ ആ ഒരു അതിലോട്ട് പോയി. ഞങ്ങൾ നേരെ അവിടുന്ന് ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് പിന്നെ അവിടുന്ന് മെട്രോയിൽ കയറ്റി നമ്മൾ നേരെ ഇന്റർനാഷണൽ ടെർമിനലിൽ കൊണ്ടുവന്ന് നമ്മുടെ ഫ്ലൈറ്റ് ഒരു 10-20 മിനിറ്റ് ഡിലേ ആയിരുന്നെങ്കിലും നല്ല നേരത്തെ നമ്മൾ ലാൻഡ് ആയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ കയറി സയ്യൂന് കാർട്ടൂണൊക്കെ വെച്ച് സയ്യൂന് ഒരു സൈഡിലിരുത്തി. പിന്നെ ഞാൻ ഒരു മൂവിയൊക്കെ ഇട്ട് ഒരു സൈഡിലിരുന്നു. അപ്പോഴത്തേക്ക് സയ്യൂന് ടോയ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സയ്യൂൻ്റെ ഫുഡ് വന്നു. സയ്യൂൻ്റെ ഫുഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പാസ്തയും കേക്കും അതും ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അല്ലെങ്കിലും എമിറേറ്റ്സിലെ ഫുഡ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫുഡ് വന്നു. ഞങ്ങൾ നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം രാവിലെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. നേരെ നമ്മൾ ഒരു 5:45-6 മണിയായപ്പോഴത്തേക്ക് നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് വന്നത്. ഫുഡൊന്നും കഴിക്കാൻ വേണ്ടിയുള്ള സമയമൊന്നും കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ടിരുന്ന് സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു 2 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ദുബായിലെ പച്ചപ്പ് കണ്ട്. ഞാൻ ആദ്യമായിട്ടോ ദുബായിൽ പച്ചപ്പ് കാണുന്നത്. ഇത്ര നല്ല മരുഭൂമി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ 2 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ദുബായിൽ ലാൻഡ് ആയിട്ടുണ്ടായിരുന്നു. സയ്യു ആണെങ്കിൽ ഫ്ലൈറ്റിൽ നല്ല അടിപൊളി കുട്ടിയായിരുന്നു, നല്ല കുട്ടിയായിരുന്നു. അവനല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ കയറാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലൈറ്റ് കാണുമ്പോഴേ അവർ ഭയങ്കര എന്ത് പറയുന്നു, പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കളിച്ചിരിക്കുന്നത് നല്ല കൊച്ചായിരുന്നു. ഇനിയാണ് നമുക്ക് ടാസ്ക് തുടങ്ങാൻ പോകുന്നത്. കാരണം ഒരു 6:45 മണിക്കൂർ നമുക്ക് ദുബായ് എയർപോർട്ടിൽ ലേ ഓവർ ഉണ്ട്. 6:45 മണിക്കൂർ ഇവരെ വെച്ച് ഞാൻ എന്ത് കാണിക്കുമെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ എന്തായാലും